നമ്മളിപ്പോൾ ഉള്ളത് സ്കോട്ട്ലൻഡിലാണ്. സ്കോട്ട്ലൻഡിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു നഗരത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ. ഒരുപാട് പഴയ കെട്ടിടങ്ങൾ, കോട്ടകൾ, അതുപോലെ തന്നെ കല്ലുകൾ കൊണ്ടുള്ള പുരാതന വഴികൾ, അതിമനോഹരമായ ഗാർഡനുകൾ. ഒരു മലയുടെ മണ്ടയിൽ നോക്കിയ നഗരം മൊത്തവും കാണാൻ പറ്റുന്ന ഒരു നഗരം. അതെ, ആ നഗരമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആൻഡ് ആ നഗരത്തിൻ്റെ പേരാണ് എഡിൻബർഗ്. ഹായ്, ദിസ് ഈസ് മീ ആൽബിൻ ആൻഡ് വെൽക്കം ടു ലൈഫ് വിത്ത് ആൽബിൻ. ഹലോ ഗേസ്, ഇന്നിപ്പോൾ നമ്മൾ സ്കോട്ട്ലാൻഡിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ സൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ തന്നെ ഇറങ്ങി. സൂര്യനൊന്നുമില്ല, സമയം നോക്കിയാൽ വൈകിട്ടത്തെ പോലെ തന്നെയാണ്, ഇരുണ്ടിരിക്കും. തണുപ്പിന് ഒരു കുറവുമില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് മോണുമെന്റ് ഓഫ് സ്കോട്ട്ലൻഡ് ആണ്. അപ്പോൾ അവിടെ പോയിട്ട് അടുത്ത വീഡിയോസും കാണാം. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ഗേസ്. സ്കോട്ട് മോണുമെന്റ് എഡിൻബർഗിലെ ഏറ്റവും പ്രസിദ്ധമായ സ്മാരകങ്ങളിൽ ഒന്നാണിത്. സ്കോട്ട്ലൻഡിലെ പ്രസിദ്ധനായ എഴുത്തുകാരൻ സർ വാൾട്ടർ സ്കോട്ടിനെ അനുസ്മരിക്കാൻ നിർമ്മിച്ചതാണിത്. പ്രിൻസ് സ്ട്രീറ്റ് ഗാർഡനിൽ 1984 പൂർത്തിയായി 61 മീറ്റർ ഉയരത്തിൽ വിക്ടോറിയൻ ഗോത്തിക് ആർക്കിടെക്ചർ രീതിയിലാണ് ഈ സ്മാരകം പണിതിരിക്കുന്നത്. ഈ സ്മാരകം കറുത്ത നിലത്തിലുള്ള വിവിധ ഗോത്തിക് ടവറുകൾ പോലെയാണ്. താഴ്ഭാഗത്ത് സർ വാൾട്ടർ സ്കോട്ടിൻ്റെ ഒരു കസേരയിലിരിക്കുന്ന ശില്പം കാണാം. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വളർത്തുനായയുമുണ്ട്. പോകുന്നുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മോനെ, ഒരു രക്ഷയില്ല. ഒരു ദിവസമെങ്കിലും നമ്മളിവിടെ ഒന്ന് കാണും കേട്ടോ. ഞായറാഴ്ച ഉണ്ട്, കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. എന്നാൽ കൂടി നമ്മൾ ഇന്നലെ വന്നുകൊണ്ടായിരുന്നപ്പോൾ അവളെ തിരക്കൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും താഴെയായിട്ടൊരു പുൽത്തകരയും കാര്യങ്ങളും ഉണ്ട്. അത് വളരെ മനോഹരമായിട്ടാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ട്രെയിൻ പോകുന്നൊരു റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ നിറയെ ആൾക്കാരൊന്നും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കുറേ മനോഹരമായ കെട്ടിടങ്ങളുണ്ട്. അങ്ങോട്ടെല്ലാം കെട്ടിടങ്ങളുണ്ട്. ഇവിടുത്തെ കെട്ടിടങ്ങൾക്കെല്ലാം പ്രത്യേകത എന്താ വെച്ചാൽ കല്ലിൽ പണിത കെട്ടിടങ്ങളാണ്. ഇതാണ് നമ്മുടെ നാഷണൽ ഗാലറി. നമ്മുടെ കൂടെയുള്ളവർ വരാൻ വേണ്ടി കുറച്ച് നേരം കസേരയിൽ ഇരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ കൈയൊക്കെ മരച്ചൊരു പരുവായി. നമ്മൾ ഇവിടുത്തെ സ്കോട്ട്ലൻഡിന്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് അവിടെ നാഷണൽ ഗാലറിയിലെ പോകുന്ന ആൾക്കാരെയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുവാണ്. താഴെ റെസ്റ്റോറൻറ്റ്, ബട്ട് നമ്മുടെ അവിടുത്തെ പൈസയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഓരോ പൗണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 120 രൂപ അല്ലെങ്കിൽ 125 രൂപയായിട്ട് ഇൻഡു ചെയ്യും. അപ്പോൾ ഒരു 5 രൂപ കൊടുത്തിട്ട് ചായ കുടിക്കാന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 600 രൂപ ഒരു ചായക്ക്. അങ്ങനെയൊക്കെ പോയി ചായ കുടിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമം ആകുന്ന പോലെ. നമ്മുടെ നാഷണൽ ഗാലറി ഓഫ് സ്കോട്ട്ലാൻഡ്. ഈ കെട്ടിടത്തിൻ്റെ പേരെന്താ നമുക്കറിയില്ല, പക്ഷെ നല്ല അടിപൊളി ഒരു കെട്ടിടമാട്ടോ. ഇവിടെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, കൊട്ടാരം പോലെ തോന്നുമെങ്കിലും ഇതെല്ലാം ഇവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് നാഷണൽ ഗാലറി ഓഫ് സ്കോട്ട്ലൻഡ്. പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറ്റാണ്. ഇപ്പോൾ പോകുന്നത് എഡിൻബർഗിലെ തന്നെ ഏറ്റവും മനോഹരമായ പാർക്കുകളൊന്നായ വെസ്റ്റ് പ്രിൻസ് സ്ട്രീറ്റ് ഗാർഡനിലേക്കാട്ടോ. എഡിൻബർഗ് നഗരത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഗാർഡൻ പ്രകൃതി, ചരിത്രം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ അതിമനോഹരവുമാണ് കാണാൻ. ഇതൊരിക്കലും ഒരു വലിയ തടാകമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ബട്ട് വിശ്വസിക്കണം. നോർലാക്ക് എന്ന് പറഞ്ഞ വലിയൊരു തടാകമായിരുന്നു. പിന്നീട് ആ തടാകം വറ്റിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന വലിയൊരു പാർക്ക് അവരുണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ പ്രിൻസ് സ്ട്രീറ്റ് ഗാർഡനിലേക്കാണ് പോകുന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്ക് താഴെ പോയി നിന്ന് ഫോട്ടോ എടുക്കും. ഒരു ഭംഗിയും കാര്യങ്ങളൊന്നും നമ്മളിങ്ങനെ ഫോണിൽ കാണുമ്പോൾ എത്രത്തോളം കിട്ടുമെന്നറിയില്ല. മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് നേരിട്ട് കാണുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, എത്ര പറഞ്ഞാലും നമുക്കറിയില്ല. ഇവിടെ ഇവരിത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടാണ്. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി നേരെ ഇറങ്ങി വരുന്നു. വഴിയും കാര്യങ്ങളും നല്ല നീറ്റായിട്ട് കീപ്പ് ചെയ്തിരുന്നു. ഇവിടെ എന്താ ചെടിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. മരങ്ങളെല്ലാം എന്നാലും കുറച്ച് ചെടികളൊക്കെ നല്ല വെട്ടി വൃത്തിയാക്കി അടിപൊളിയായിട്ട് വെച്ചേക്കുന്നു. നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇവിടെ ഇട്ടൊരു വീടുണ്ട് കേട്ടോ. നമ്മൾ ഈ സ്വപ്നങ്ങളിലെ കാണുന്നത് നമുക്ക് റിട്ടയർമെൻ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു കുന്നിൻ ചെരുവിൻ്റെ സൈഡിൽ കുറേ ഗാർഡനും മരങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ടൊരു വീട്
അങ്ങനെ സ്വപ്നതുല്യമായ ഒരു വീടാട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. യെസ്, നമുക്കങ്ങനെ സ്വപ്നങ്ങളെ മാത്രം ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ വന്നാൽ നേരിട്ട് കാണാൻ പറ്റും. ഇതുപോലൊരു വീട്, ഒരു ചെറിയൊരു ഇടത്തളം, അതിൻ്റെ അടുത്തൊരു ഗാർഡൻ, കാര്യങ്ങളൊക്കെ. എൻ്റെ അമ്മേ പിക്കിൾ ടോക്ക്. ഇപ്പൊ ഈ കാണുന്ന സ്മാരകം ഉണ്ടല്ലോ, നല്ല വൃത്തിയായിട്ട് അതിമനോഹരമായിട്ട് മെനച്ചത്. ഇതാണ് റോയൽ സ്കോട്ട് മെമ്മോറിയൽ. പണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക റെജിമെന്റ് ആയിരുന്നു റോയൽ സ്കോട്ടിഷ് ആർമി. ബ്രിട്ടനിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർമി. 17-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കുകയും പിന്നീട് ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത ഒരു റെജിമെന്റാണ് റോയൽ സ്കോട്ട് റെജിമെന്റ്. അവർ ഒരുപാട് യുദ്ധത്തിൽ പങ്കെടുക്കുകയും ഒരുപാട് ജീവനുകളും സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്, ഒരുപാട് പല യുദ്ധം. അപ്പൊ അവരെ ഓർക്കാനും അവരുടെ ജീവന്റെ ത്യാഗത്തിനെ അനുസ്മരിക്കാനൊക്കെ ആയിട്ട് നിർമ്മിച്ചതാണ് ഈ റോയൽ സ്കോട്ട് മെമ്മോറിയൽ. നമ്മളിപ്പോൾ കാണുന്നതാണ് ജീനിയസ് ഓഫ് ആർക്കിടെക്ചർ. ഇതിന് പേര് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ എഡിൻബർഗ് വന്നാൽ തന്നെ നമുക്ക് കുറേ ശില്പങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൻ്റെതായ ഒരു സമ്പന്നമായ ശില്പ നിർമ്മാണത്തിലുള്ള പ്രതിനിധി പാരമ്പര്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ശില്പമാട്ടോ ഇത്, ജീനിയസ് ഓഫ് ആർക്കിടെക്ചർ. നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ആനയുടെ ഒരു ശില്പം ഉണ്ടല്ലോ, ഇതാണ് എലിഫന്റ് നെവർ ഫോർഗോട്ട് ബൈ ആൻഡി സ്കോട്ട്. ആൻഡി സ്കോട്ട് എന്ന് പറഞ്ഞ പ്രസിദ്ധനായ സ്കൾപ്റ്റർ നിർമ്മിച്ചൊരു ആനയുടെ സ്റ്റാച്ചു ആണ് ഇത്. ഇതിൽ മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് ഫുള്ള് നിർമ്മിച്ചേക്കുന്നത്. അതുപോലെ തന്നെ പുള്ളി ഇതിൻ്റെ അതൊരു സന്ദേശം നൽകുന്നുണ്ട്. നമ്മളിപ്പോൾ പറയുമ്പോൾ ആനകൾക്കാണ് ഒരുപാട് മെമ്മറി ശക്തിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് മനുഷ്യർക്ക് ഒരുപാട് പാഠകങ്ങളുണ്ട്, അനുഭവ പാഠകങ്ങളുണ്ട്. അത് ജസ്റ്റ് നമ്മൾ മറന്നു പോരുന്നത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇവിടെ പാസ് ചെയ്യണം എന്നുള്ളൊരു മീനിങ് വെച്ചിട്ടാണ് പുള്ളി. പണ്ട് കാലത്ത് ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു, ചികിത്സ കിട്ടാതെയൊക്കെ അല്ല യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ മരിച്ചിട്ടുണ്ട്. അപ്പം അവരുടെ ഓർമ്മയ്ക്കും അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാനൊക്കെ ആയിട്ടായിട്ട് ഇവിടെ ഒരു കല്ല് വെച്ചിട്ട് അതിൽ പൂക്കളും കാര്യങ്ങളൊക്കെ വെക്കും. നമ്മളിപ്പോൾ ഒരു അന്യ രാജ്യത്താണ്. നമ്മളങ്ങനെ ഗാർഡനൊക്കെ കണ്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു അവിടെ എങ്ങനെ പോകണമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം, കറങ്ങി പോകണമെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഗ്രീനറിയൊക്കെ മാറി നീറ്റായിരിക്കും. ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ നടക്കുമ്പോഴുള്ള സംഭവം. ഇവിടെ സ്റ്റേജ് ഉണ്ട്, ഗാലറി, സ്റ്റേജ്. ഇവിടെ നമുക്ക് ഓഡിയൻസിനൊക്കെ വന്നാണ് ഇരിക്കാനുള്ള സ്ഥലം. പക്ഷെ ആക്ച്വലി ഇപ്പോൾ അവിടെ ഒന്നുമില്ല. നമുക്ക് ഇനി അങ്ങോട്ട് പോകണം. നടന്നു ചെല്ലുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ എഡിൻബർഗ് കാസിൽ കാണാൻ പറ്റും. ഇടാൻ വേണ്ടിയിട്ട് കാസിൽ എപ്പോഴും ഒരു മലയുടെ മണ്ടല്ലേ വെക്കും, അതുപോലെയാണ് അവിടെ സ്ഥാപിച്ചത്. നമുക്കിപ്പോൾ ആ ഫൗണ്ടൻ കാണാൻ വേണ്ടി പോവാം. അങ്ങോട്ടൊക്കെ പോകുമ്പോണ്ടല്ലോ ഭയങ്കര നീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നീറ്റ്. നമുക്ക് അതിശയം തോന്നും. ഇതെല്ലാം ഇവിടുത്തെ ആൾക്കാരുടെ സാധാരണ കൊണ്ടുകൊണ്ടേ ആട്ടോ ഇങ്ങനെയൊക്കെ ആകുന്നേ. പക്ഷെ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ നാട്ടുകാരിലേക്ക് ആകുമായിരിക്കും മറ്റേ ഫൗണ്ടൻ. അപ്പോഴത്തേക്കാണ് നമ്മളവിടെ ഒരു ബിയറിനെ കണ്ടു. ബിയറിൻ്റെ അടുത്തൊരു സ്റ്റാച്ചു കേട്ടോ, അപ്പം അത് കാണാൻ വേണ്ടി പോകുന്നു. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന നമ്മുടെ കൂടെ ദേവാങ് സാറാണ്. നല്ല തണുപ്പെന്ന് പറയാൻ നല്ല തണുപ്പ്. നമ്മളിവിടെ തലയൊക്കെ മറിച്ചാൽ ഇവിടെയുള്ള ആൾക്കാരുണ്ട് കൂടെ രാവിലെയൊക്കെ നമുക്ക് കുറേ ആൾക്കാരൊക്കെ നടക്കാനൊക്കെ ഓടാനൊക്കെ പോകുന്നുണ്ട്. അതിനെ അതിശയിച്ചു പോകും, ഇവർക്ക് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്. ബട്ട് നമ്മളൊരു ഗ്ലൗസ് ഇട്ട് മാത്രമൊക്കെ ഇറങ്ങിയത്. ഫോട്ടോ എടുക്കുമ്പോഴത്തെ ഒരു കൈ ഗ്ലൗസ് ഇല്ലാണ്ട് എടുക്കുന്നത് ഭയങ്കര ചലഞ്ചാണ്. സ്റ്റാച്ചു കേസ് പുള്ളി ഏതൊരു കരടീനെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഏത് കൊന്നൊരു കരടിയുടെ ഒക്കെ സ്റ്റാച്ചു ഒക്കെ അതിൻ്റെ അടുത്തുണ്ട്. നമുക്കത് കണ്ടു നോക്കാം, ആരാന്ന് നോക്കാതെ. നമ്മൾ പറഞ്ഞതെല്ലാം തെറ്റാട്ടോ. ഇതൊരു വേട്ടക്കാരനോ അല്ലെങ്കിൽ ഇതൊരു കരടിയോ ഒന്നുമല്ല. ഇതൊരു സോൾജറിന്റെ കൂടെ നിൽക്കുന്ന ഒരു കരടിയാണ്. സാധാരണ കരടികൾ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യരോട് ഇണങ്ങാൻ ഏറ്റവും പാടുള്ള ഒരു ജീവിയാണ് കരടി. പക്ഷേ ഈ വോയ്ടെക് എന്ന് പറഞ്ഞ കരടി സൈനികരുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുകയും വേൾഡ് വാർ 2 സമയത്ത് സൈനികർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ വെടിമരുന്നുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ ക്യാരിയൊക്കെ ചെയ്ത് സൈനികരുമായിട്ട് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കരടിയാണ് ഈ വോയ്ടെക് എന്ന് പറഞ്ഞ കരടി. അതിനുശേഷമാണെങ്കിലും യുദ്ധം കഴിഞ്ഞിട്ടാണെങ്കിലും സൈനികരുടെ ഒപ്പമായിരുന്നു ഈ കരടി മരിക്കുന്നവരുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സൈനികരുടെ ഓരോ കാര്യത്തിലും പാട്ടായിട്ട് ഈ കരടി ഉള്ളതുകൊണ്ട് തന്നെ സൈനിക മെമ്പർഷിപ്പും ഔദ്യോഗികമായിട്ട് സൈനികനായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കരടിയാട്ടോ ഈ വോയ്ടെക് എന്ന് പറഞ്ഞ കരടി. അതിൻ്റെ ഓർമ്മകളും അതിന് ആദരവ് കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റാച്ചു നിർമ്മിച്ചേക്കുന്നത്. ഇതിന് വോയ്ടെക് ദ സോൾജിയർ ബെയർ മെമ്മോറിയൽ എന്നാണ് ഇതിൻ്റെ ഒരു പേര് വരുന്നത്.
ഫൗണ്ടൈനാണ് റോസ് ഫൗണ്ടൈൻ. 1960-കളിൽ ഫ്രാൻസിൽ നിർമ്മിച്ചിട്ട് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും ചെയ്തൊരു ഫൗണ്ടൈനാണ് റോസ് ഫൗണ്ടൈൻ. എഡിൻബർഗിലെ തന്നെ ഏറ്റവും മനോഹരമായൊരു ഫോട്ടോ സ്പോട്ടും കൂടെയാട്ടോ ഇത് റോസ് ഫൗണ്ടൈൻ. ഇതിൻ്റെ പുറകിൽ നിന്ന് നമ്മുടെ എഡിൻബർഗ് കാസ്റ്റിലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. കുറേ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് പറയാനാണ് ഒരുപാട് പറയണം. നല്ല അടിപൊളിയായിട്ടാട്ടോ മറ്റേത് ചെയ്തേക്കുന്നത്. പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളി കാണാൻ വേണ്ടിയിട്ടാണ്. സെൻറ്റ് പാരിഷ് ഓഫ് സെയിൻറ്റ് കാത്ബാറ്റ്. ഇവിടെ കുറേ പേര് ഇതാന്ന് തോന്നുന്ന പള്ളിയും കാര്യങ്ങളും നല്ല രസമായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ കാണാൻ വേണ്ടി. ഇത് ആരുടെ ഒരു ശവകുടീരമാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആരൊക്കെയാണെന്ന്. പക്ഷെ നമുക്കത് വായിക്കാൻ പറ്റുന്നില്ല, മൊത്തം ഫെയ്ഡായി പോയിട്ടുണ്ട്. ഇവിടെയെല്ലാം ഓരോരുത്തരും മെമ്മറീസ് ആയിട്ടോ. ഇതെല്ലാം വൈദികന്മാരാണ് ഇവിടെ വച്ചേക്കുന്നത്. അവരെല്ലാം ശവകുടീരങ്ങളാണ് ഇവിടെ വച്ചേക്കുന്നത്. ഇങ്ങനെ നമ്മളിവിടെ ഈ പള്ളികളുണ്ടല്ലോ, കുർബാന നടന്നാറായെന്ന് തോന്നുന്നു. ബെല്ലൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കയറാൻ പോകുന്നില്ല നമ്മൾ, കാരണം ഇപ്പം ഇന്ന് ഞായറാഴ്ചയാണ് ഇവിടെ. പിന്നെ ടൂറിസ്റ്റിന് അലൗഡ് ആണെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ കുറേ പേര് ശവകുടീരങ്ങളും കാര്യങ്ങളും ഉണ്ട്. പ്രസിദ്ധരായ ആൾക്കാരാണെന്ന് തോന്നുന്നു. അതൊക്കെ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഫെയ്ഡായിരുന്നു. ഇവിടുത്തെ ശവക്കോട്ട കാണാൻ വരെ ഭംഗിയാണ് ഗൈസ്. രക്ഷയില്ല. അതൊക്കെ വേണം ഇവിടെ കിടക്കണമെന്ന്. ഇത് രണ്ടാനൊക്കെ പോകുന്നുണ്ടോ? ഇത് തൊട്ടുമേളിലാണ് കാസ്ലി റോക്ക് ഉള്ളത്. കാസ്ലി റോക്ക് ഓഫ് എഡിൻബർഗ്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, അതിന്റെ വഴി അപ്പുറവിടെ കണ്ടാണ്. നല്ല രസം കേട്ടോ ഈ ഷോക്കോട്ട കണ്ടു നടക്കാനുണ്ടല്ലോ. ഇതാണ് ആ പള്ളി വരുന്നത്. ഇതൊരു ചർച്ച കേട്ടോ. ഇവിടെ കുറേ ചർച്ചുകളുണ്ട് ഇതിൻ്റെ അടുത്തടുത്തായിട്ട് തന്നെ. നമ്മുടെ സെയിൻറ്റ് കാത്ബർഗ് പുള്ളി ഇവിടെ ഒരുപാട് പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ കോട്ടയോട് ചേർന്നായിട്ട്. ഈ പാറയ്ക്കടിയിലും ഓരോ ചർച്ചകൾ ഉണ്ടെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. ഇപ്പോൾ എവിടെയാണെന്നൊന്നും അറിയില്ല. ഇതാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. നമ്മളിവിടെ ഒരു രസകരമായ ശവകുടീരം കണ്ടു കേട്ടോ. ഒരു മാലാക, മേലൊരു മാലാക, അപ്രിയും രണ്ട് തലയോട്ടിയുടെ ഫോട്ടോ. അതിലും പറ്റാണ് ഇപ്പുറം നീങ്ങി. ഇതേതോ പൈരട്ടും കണ്ടാണെന്ന് വെച്ച്. ഗുഡ്. ബാക്കിയുള്ളതിലൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. ഒരാളുടെ അടുത്ത് കുരിശ് വെച്ചിട്ടുണ്ട് അപ്പറേ. ഇവിടെയൊക്കെ മൊത്തം ശവകുടീരങ്ങളിലാട്ടോ. ഇപ്പം ഈ പള്ളിയിൽ കുർബാന നടക്കുന്നുണ്ട്, പക്ഷേ വിസിറ്റേഴ്സിനെ നോട്ട് അലൗഡാണ് ഈ പള്ളിയിലേക്ക്. പള്ളിയെ കണ്ടിറങ്ങി. ഇതാട്ടോ ഇവിടുത്തെ സെന്റ് ജോൺസ് ചർച്ച്. അതിന്റെ പുറകിലായിട്ട് നമുക്ക് എഡിൻബർഗ് കാസ്റ്റിൽ കാണാൻ പറ്റി. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇന്ന് പോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഇനി അടുത്ത പോകുന്ന എവിടെ സുഹൃത്ത് കിട്ടണമെന്ന് നല്ല ഭംഗിയായിട്ട്. ഇനി നമ്മൾ പോകുന്നത് ടീൻ വില്ലേജിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ജോണി വാക്കർ. ഇത് ഇവിടുത്തെ ഷോറൂം കേട്ടോ. സൂപ്പർ. ഇപ്പൊ ഹോപ്പ് സ്ട്രീറ്റിലെത്തി കഴിഞ്ഞപ്പോൾ ഹോപ്പ് സ്ട്രീറ്റിലാട്ടോ ജോണി വാക്കറിന്റെ വിസ്കി ഷോറൂം. ഇതിൻ്റെ അത് കറിക്ക് വെറൈറ്റി വിസ്കീസ് കാര്യങ്ങളും കിട്ടും. അത് നമ്മുടെ സെന്റ് ജോൺസ്
ചർച്ച്, അതിന്റെ പുറകില് നമ്മുടെ എഡിൻബർഗ് കാസ്റ്റൽ. ഡീനിലേക്ക് പോവാണോ? പോകുന്ന സമയത്തുള്ള കെട്ടിടങ്ങൾ കണ്ടോ, എല്ലാം ഒരേപോലെ തന്നെയായിട്ട് ഇവിടെ. അതും നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗി, നല്ല അടിപൊളിയായിട്ടാണ് ഇവർ ഇത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഒന്നും പറയാനില്ല. സെറ്റ്. നമ്മളിവിടെ വരുമ്പോൾ ഈ കെട്ടിടങ്ങൾക്കൊക്കെ ഇത്രയും ഭംഗിയാണെന്ന് മനസ്സിലാക്കുന്നത്. ഡീൻ വില്ലേജിൽ പോകുന്ന സമയത്തുണ്ടല്ലോ, വാക്കർ സ്ട്രീറ്റ് എത്തി. വാക്കർ സ്ട്രീറ്റിൽ എത്തിയപ്പോഴത്തേക്കുണ്ടല്ലോ അടിപൊളിയാണ്. ഒരു ചർച്ച് കണ്ടു കേട്ടോ, എന്താ ഭംഗി എന്നറിയാം. നമ്മൾ നോക്കി നിന്ന് പോവാ ചർച്ചിന്റെ ഭംഗി. അതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്, റോബർട്ട് വിൽസൺ എന്നൊക്കെ പറഞ്ഞ പുള്ളി. അത് ആരാന്ന് എനിക്കറിയില്ല. ബട്ട് ഇറ്റ് വാസ് സോ നൈസ്, സോ ബ്യൂട്ടിഫുൾ. അടിപൊളിയാണ്. അപ്പം നമ്മളതൊക്കെ കണ്ടിങ്ങനെ പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാണ്. ഇവിടുത്തെ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ നടന്നു പോകാനുള്ളൊരു ഭാഗം, നടന്നു പോകാനുള്ള ഇവിടുത്തെ ഭാഗം, സൈക്കിള്, വണ്ടി, ഇങ്ങോട്ട് ഒരാളുടെ വണ്ടി, ഇങ്ങോട്ട് പോകാനുള്ള വണ്ടി, അതുപോലെ തന്നെ സൈക്കിൾ, നടക്കാനുള്ള ഭാഗം. സെറ്റാണ്, അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കണ്ടു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നേരെ നമുക്ക് നമ്മുടെ ഡീൻ വില്ലേജിലേക്ക്, നമ്മളിങ്ങനെ ഡീൻ വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ. നമ്മുടെ ഫ്രണ്ട് ഒരു ചേച്ചി പട്ടിക്കുട്ടീനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. രസകരമായ പട്ടിക്കുട്ടി, ചെറിയ പട്ടിക്കുട്ടി. അപ്പം സിറ്റി നിച്ചാട് വെളിയിലേക്ക് വന്നിട്ടോ. നമ്മൾ ഡീൻ വില്ലേജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് കണ്ടോ, ഓരോരുത്തർ വ്യത്യസ്തമായ വീടുകളുണ്ട്. 20%. ഇതൊക്കെ നോക്കി രസകരമായ വീടുകളൊക്കെ ആയിട്ട് ഇവിടെയുള്ളത്. ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആണ്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ പച്ചക്കറികളും കാര്യങ്ങളും കൃഷി ചെയ്തിട്ടുണ്ട്, ചെടികളും ഉണ്ടോ. ഇവിടെ എല്ലാ ആൾക്കാരും നടക്കുന്ന മുമ്പ് ഒരു പട്ടിയെ കൊണ്ടാകുന്നത്. അങ്ങനെ ഡീൻ വില്ലേജിലേക്ക് പോകുമ്പോഴേ ഒരു ബ്രിഡ്ജ് വന്നു കേട്ടോ. ഈ ബ്രിഡ്ജിലാണ് എല്ലാ ടൂറിസ്റ്റുകളും വന്നിരുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ആ വില്ലേജും കാര്യങ്ങളൊക്കെ ഇട്ട് ഒക്കെ കയറി ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ എഡിൻബർഗ് സ്കൂൾ ഓഫ് ബോർഡിന്റെ ഒരു കെട്ടിടം നടത്തുന്നത്. നല്ല ഭംഗിയായിട്ട് ഇവിടേക്ക്. നമ്മൾ ബീൻ വില്ലേജ് എത്തി. ബീൻ വില്ലേജിൽ നിന്ന് ഇനി നമുക്ക് ലെഫ്റ്റ് എടുത്ത് ഈ വഴി കൂടെയാണ് ഡീൻ വില്ലേജിലേക്ക് പോകണ്ടേ. ഇവിടെ നിറയെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഇവിടെ കെട്ടിടങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, രക്ഷയില്ല. ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഇങ്ങെല്ലാം നമുക്ക് എൻട്രി കിടയത്. വില്ലേജ് ഉണ്ടല്ലോ, നല്ല രസം കേട്ടോ. ഇവിടുത്തെ ഒരു വില്ലേജ് ആട്ടോ സത്യം പറഞ്ഞു. വില്ലേജ് നമ്മളിപ്പോൾ ഡീൻ വില്ലേജിലെത്തി. അവിടുത്തെ വില്ലേജ് കണ്ടു. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ. കാരണം നമ്മൾ നഗരത്തിന്റെ വ്യൂ അല്ല കേട്ടോ ഇവിടെ. ഇവിടെ വീടുകളൊക്കെ അടുത്തടുത്താണ്, ഒരു വില്ലേജ് ലുക്കാണ്. ഗാലറി ഓഫ് മോഡേൺ ആർട്ട് അത് ക്ലോസ് ചെയ്തേക്കുവാണ്. ചെറിയൊരു അരുവി ഒഴുകി പോകുന്നുണ്ട്. നമുക്കൊരു പാലം കയറി കഴിഞ്ഞാൽ അരുവിയിലേക്ക് പോകാം. ഇവിടെ നടക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം ഇച്ചിരി ഇരുണ്ട വെള്ളമാണിത്. വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്, നല്ല ഭംഗിയായിട്ടോ. സോ സൂപ്പർ. യെസ് സർ. ഡീൻ വില്ലേജിലെ മറ്റേ ബ്രിഡ്ജ് കയറിയിട്ടുള്ള വ്യൂ. ആൾക്കാരെല്ലാം സൈഡിൽ കൂടെയാണ് ഇങ്ങനെ ഇറങ്ങി വരുന്നതൊക്കെ. ഇതൊക്കെ ഓരോ വില്ലേജ് ആട്ടോ ഇവിടുത്തെ. ഇവിടെയാണ് നിറയെ ആൾക്കാരൊക്കെ താമസിക്കുന്നത്. സോറി, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അരുവിയുടെ അടുത്തേക്ക് പോവാണ്. അരുവി എന്നല്ല, വേണൊരു തോടെന്ന് പറയാൻ നമ്മുടെയൊക്കെ അടുത്തുള്ളേ കേട്ടാ. അവിടെ കുറച്ചും തന്നെ ഇന്ന് കയറിയെടുത്ത ബ്രിഡ്ജ്. ഇവിടെ നിന്ന് കുറെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ എന്താ ഉള്ളതെന്ന് പോയി നോക്കാം. ഇവിടെ വെള്ളത്തിന്റെ ഒക്കെ എടുത്തോണ്ടെങ്കിൽ നല്ല തണുപ്പായിട്ടോ. കൈയൊക്കെ ഫ്രീസ് ആവുന്നുണ്ട്. ആൾക്കാരെല്ലാം ഇവിടെ വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ മെയിൻ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആട്ടോ, ഡീൻ വില്ലേജ്. നമ്മളതൊക്കെ അതിങ്ങനെ കണ്ട് ഈ തോടിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുക.
ആൾക്കാർ ഇതിവിടെ വന്ന് ഇത് നടന്ന് കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട്. സൈഡിലൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. നമ്മൾ ഇങ്ങനെ ഡീൻ വില്ലേജ് വന്നു. അവിടെ നിന്ന് ഇങ്ങനെ തോടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെയുള്ള ഒരു വാട്ടർഫാൾസ് ആട്ടോ ഇത്. സോ സൂപ്പർ. ഇടും നിറയെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. മേ ബി ഇത് കാണുന്ന എല്ലാവർക്കും ഇങ്ങനെ വലിയ വാട്ടർഫാൾസ് ആയിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇവിടെ ഉള്ളവരെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ ഭയങ്കര ഇത് വാട്ടർഫാൾസ് ആണ്. ഇത് നമ്മളവിടുത്തെ ചെറിയ ഡാം. ഇതൊരു ചെറിയ ഡാമാണ് ആക്ച്വലി. ഡീൻ ഡാം എന്നാണ് പറയുന്നത്. ഡീൻ ഡാമൊക്കെ കണ്ടു നമ്മൾ. അങ്ങനെ ഡീൻ വില്ലേജും കണ്ടു. നമുക്ക് ഇതിലെ പോയി കഴിഞ്ഞാൽ ഡീൻ എൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളും കാണാൻ പറ്റും. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. നല്ല തണുപ്പാണ് ഇവിടെ വെള്ളത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും. നമ്മളിപ്പോൾ വന്ന വഴി തന്നെ തിരിച്ചു പോവാണ്. ഡീൻ ഡാം കണ്ട് വാട്ടർഫാൾസ് ഒക്കെ കണ്ടിട്ട് വന്ന വഴി തന്നെ തിരിച്ചു പോവുകയാണ്. ഈ കോട്ടി നിരപ്പത്തും കുറെ ആൾക്കാർ നടക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമ്മള് വെള്ളച്ചാട്ടം കണ്ടിട്ട് പിന്നെ ഡീൻ ബ്രിഡ്ജിന്റെ അടുത്തെത്തി കേട്ടോ. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു ചെറിയ പട്ടിക്കുട്ടി നൈസായിട്ട് ഓടി കിടക്കുന്നു. ഇവിടെ അതിൻ്റെ കുറച്ച് വലിയൊരു പട്ടി. നൈസ്. താങ്ക് യു. അടിപൊളി ഒരു പട്ടിക്കുട്ടി വേണ്ടി കേട്ടോ. അവരത് പറയുന്ന പോലെ തന്നെ ഡാൻസ് കളിക്കുന്നത്. ഭയങ്കര ട്രെയിൻ ചെയ്തതായി കേട്ടോ. ഇവിടെയുള്ള പട്ടികളെല്ലാം അങ്ങനെയാണ്, ഭയങ്കര ട്രെയിൻ ചെയ്ത് സെറ്റ് പട്ടി. ഇന്ത്യൻ വില്ലേജിൽ പോയി വാട്ടർഫാൾസ് ഒക്കെ കണ്ടിട്ട് നേരെ തിരിച്ച് ഇപ്പുറം പാലം കയറി തിരിച്ച് നമ്മുടെ ഹോട്ടൽ റൂമിലേക്ക് പോവാട്ടോ. നമ്മൾ ഇവിടെ വന്നിപ്പോൾ നമ്മൾ ആദ്യം പോയി ആ പാലത്തിൻ്റെ ഒരു വീഡിയോ കണ്ടില്ലേ, ആ പാലമാണിത്. ഭയങ്കര രസം കേട്ടോ, ഒരു രക്ഷയില്ല. ഈശ്വര കയറ്റൽ കാരണം ബട്ട് ഇറ്റ് വാസ് വർത്ത് ടു. നടക്കൽ. നമ്മളങ്ങനെ ഡീൻ വില്ലേജൊക്കെ കണ്ടിട്ടേക്കത് തിരിച്ച് ഇവിടെ റോയൽ പ്രിൻസ് സ്ട്രീറ്റിൽ വന്നു കേട്ടോ. അപ്പോഴാണ് നമ്മൾ ലോകപ്രസിദ്ധമായ റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ് കാണുന്നത്. യെസ്, ദിസ് ഈസ് ദ റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. ബൈ ബൈ.